ഒരു 10 to 15 years ഒക്കെ ആയിട്ടുള്ള ഒരു കപ്പിളിനെ എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇൻഫിഡിലിറ്റി അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് തന്നെയല്ല അങ്ങനത്തെ ഒരു ഇവൻറ്റ് കഴിയുമ്പോൾ ഇൻറ്റിമസി ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആവുന്നത് പോലെയും അത് പിന്നെ റിവൈവ് ചെയ്ത് വരാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള പോലെയും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജനറലി. അപ്പോൾ എങ്ങനെയാണ് ഒരു ആഫ്റ്റർ അങ്ങനത്തെ ഒരു അതായത് ഒരു ക്രാക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മളത് റീബിൽഡ് ചെയ്യുക ഒരു ഇൻറ്റിമസി? ബീങ് കംപ്ലീറ്റ്ലി ഓപ്പൺ. അതാണ് നമുക്കിവിടെ ഈ ഇൻഫെർട്ടിലിറ്റി പറയുമ്പോഴും നമുക്ക് ട്രസ്റ്റ് ആണല്ലോ പോയത്, അല്ലേ? പിന്നെ അത് ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യണം. അതിനകത്ത് ഈ പറയുന്ന പോലെ എത്ര സമയം എടുക്കുമെന്നോ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഒരു റൂൾ ബുക്കാണ്, ജസ്റ്റ് ബി ഓപ്പൺ. ഓക്കെ, ഓൾ ഓപ്ഷൻസ് ഓപ്പൺ. എന്തിനാണ്? എന്തൊക്കെ ഞാൻ ചെയ്യുന്നു അതെല്ലാം പരസ്പരം അറിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാത്തിനും പെർമിഷൻ എടുക്കും. മനസ്സിലായോ? ഓപ്ഷൻ, OPTION, ടൈം. എത്ര ടൈം എന്നില്ല, ഏത് സമയത്തേക്കും ഇത് ഓപ്പൺ ആയിട്ട് തന്നെ വെക്കുക. ഇൻറ്റിമേറ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് ഇൻറ്റിമേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ജെനുവിനായി ഇപ്പോൾ ഒരാളെ കണ്ടു, ഇപ്പം ഈ ഒരു ഇൻഫെർട്ടിലിറ്റി കഴിഞ്ഞു എന്നായിരിക്കും, പുറത്ത് പോയി ഒരാളെ കണ്ടപ്പം എടാ വളരെ ട്രൂലി ഇൻ്റലിജൻ്റ് ആയിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് ഇരിക്കുക, എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ എന്ന് പോലും പറയാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. നിങ്ങളവിടെ നോക്കിയോ? അപ്പോൾ എന്തിനെ ഇല്ല ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ഒരു തവണ കട്ടുപിടിച്ച പൂച്ചയാണ് എന്നായിരിക്കും ആദ്യം വരാൻ മനസ്സിൽ. പക്ഷെ അതിന് മുൻപ് തന്നെ നമ്മൾ തന്നെ പറയണം, അങ്ങനെ ഞാൻ നോക്കിയിട്ടാ, എനിക്കിങ്ങനെ തോന്നിയിണ്ടേ, സോറി. അപ്പോൾ നമുക്ക് പറയില്ലേ, അതല്ല അത് കുഴപ്പമില്ല, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെയാണ് ക്ലാരിഫിക്കേഷൻ വരിക. അങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഗ്രൗണ്ട് റൂളാണ്, ഒരു തവണ ഇങ്ങനെ ഇത് പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം വിമൺ ആയിക്കോട്ടെ മെൻ ആയിക്കോട്ടെ, ഇത് പറയും. ചിലപ്പോൾ അവസാനം വരെയും പറയും. ചില ആൾക്കാരുണ്ട്, മാം 8 കൊല്ലം മുൻപ് ഒരു തവണ പെണ്ണുങ്ങളാണോ എപ്പോഴും നിങ്ങൾ അന്ന് അത് ചെയ്തില്ലേ എന്ന് പറയാ? അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ബീങ്സ് അല്ലേ, നമുക്ക് അത്രയും കൂടെ എനർജി അല്ലേ, ഫിസിക്കൽ അങ്ങനെയല്ലല്ലോ നമുക്ക്. എന്റേതായിരുന്നു നമുക്ക് ആക്ച്വലി അത് പൊസഷനാ സത്യത്തിൽ. പക്ഷെ ആണുങ്ങൾ അത് പെട്ടെന്ന് വിടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായാലും they'll take a decision, either നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇത് വിട്ടിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ വെക്കുന്ന പോലെ. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വിട്ടു പോവാനും പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഇത് എപ്പോഴും ഉള്ളിൽ കിടക്കും. ഒരു കുഞ്ഞ് ട്രിഗർ വരുമ്പോഴേക്കും ഇത് വീണ്ടും പുറത്ത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമേ, മെൻ അങ്ങനെ ചെയ്യുമ്പോൾ വിമണിന് തോന്നാറുള്ളത് എനിക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണെന്ന്. അപ്പുറത്ത് വരുമ്പം അവരങ്ങനെ ചിന്തിക്കൂല, എടുക്കുന്നില്ല. അവൾക്കൊരു എല്ല് കൂടുതലായതുകൊണ്ടാണ് പറയുള്ളൂ, അല്ലാതെ എനിക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ്, അവളെ ഞാൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. അത് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പം അതാണ് ബേസിക്കലി. മറ്റേടത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളിതൊക്കെ ചെയ്തിട്ടും ഇത് ചെയ്തില്ലേ എന്നുള്ളതായിരിക്കും. ഞാൻ എന്തോ മിസ്സാക്കിയില്ലേ എന്നൊരു സാധനം ഉള്ളിന്ന് വരും.